നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, നിന്റെ അച്ഛൻ ആന്റി പോയോ? ഇല്ല, അങ്കിളിനെ ആന്റിയെ എയർപോർട്ടിൽ വിടാൻ സന്ദീപങ്ങളുടെ കാറിന്റെ കീ എടുക്കാൻ വന്നതാ. എനിക്കറിയാം ഒരിക്കലും താനത് ചെയ്യില്ലെന്ന്. പക്ഷേ അതാര് ചെയ്തു എന്നൊരു ചോദ്യം കൂടി ഇല്ല അവിടെ. കുഞ്ഞിന് ആര് നൂല് കിട്ടിയെന്നും തേനിൽ ആരെ വിഷം ചേർത്തെന്നും അറിഞ്ഞില്ലേ പറ്റൂ. എനിക്കറിയാം തനിക്ക് സംശയം അവന്തികടുത്തെയാണെന്ന്. കുറച്ച് ബന്ധുക്കളും കൂടി ഉണ്ടായിരുന്നോണ്ട് ആ സംശയം മനസ്സിൽ തന്നെ വെക്കാനേ പറ്റൂ. അതുമാത്രമല്ല, അടുക്കളയിൽ CCTV രാവിലെ മുതൽ ഓഫ് ആയിരുന്നു. പുറത്തുനിന്ന് വന്ന ബന്ധുക്കൾ ആരും CCTV ഓഫ് ചെയ്യില്ലല്ലോ സച്ചേട്ടാ. സച്ചേട്ടൻ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കണം. അതൊന്നും അർച്ചനെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങളാ. ഞാനാണെന്ന് അർച്ചനയ്ക്ക് സംശയം കാണും. അതങ്ങനെ സംശയമായി തന്നെ തുടരുകയുള്ളൂ. അതിന്റെ പിന്നാലെ വരാതിരിക്കുന്നതാ അർച്ചനയ്ക്ക് നല്ലത്. അത് തന്നെ ഞാനും പറയുന്നേ. നമുക്ക് അതിൻ്റെ ഒന്നും പുറകെ പോകണ്ട. ഞാൻ തന്നോട് മുമ്പും പറഞ്ഞിട്ടില്ലേ, നമുക്ക് നമ്മുടെ ജീവിതം ജീവിച്ചാൽ മതിയെന്ന്. എല്ലാവരും അവരവരുടെ കുടുംബത്തെ നോക്കിയാ ജീവിക്കുന്നത്. താൻ നല്ലതെന്ന് പറഞ്ഞ് ചെയ്യുന്നതൊക്കെ അവസാനം തനിക്ക് കണ്ണീരാവുകയാണ് ചെയ്യുന്നത്. ഇനിയെങ്കിലും അത് മാറണം. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ കേൾക്കോ? താൻ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നാളത്തെ നമ്മുടെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുക. നാളെ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കാനാണ്. തിരികെ വരുമ്പോ വലിയൊരു സന്തോഷത്തിൽ വേണം വരാൻ. തന്റെ ഈ പ്രശ്നങ്ങളെല്ലാം സന്ദീപിന്റെ കുഞ്ഞുമുഖേന ഉണ്ടാവുന്നതാ. നമ്മുടെ കുഞ്ഞിലൂടെ അതെല്ലാം നമുക്ക് പരിഹരിക്കാം. നാളത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ താനൊരു അമ്മയാടോ, ഞാനൊരു അച്ഛനും. എത്ര നാൾ കഴിഞ്ഞിട്ടായാലും അങ്ങനെ നമ്മൾ തിരിച്ചു വരും. ഇപ്പോ അത് മാത്രം മതി മനസ്സിൽ. മറ്റുള്ളവരുടെ ജീവിതം അവർ ജീവിക്കട്ടെ. ഇനി ഒന്നിലും തലയിടാൻ പോകണ്ട. നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയുള്ള യാത്ര തിരിക്കാം. ഓക്കെ അല്ലേ? സച്ചി അർച്ചനയും ഇറങ്ങാറായോ മോളെ? ഇപ്പൊ ഇറങ്ങുന്ന പറഞ്ഞേ. തന്റെ വിഷമം എന്താന്ന് എനിക്കറിയാം. എല്ലാരും വിട്ടുപോകുന്നതല്ലേ. എന്നാ അത് വേണ്ട. കാരണം നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാ നമ്മളിപ്പോ ചെന്നൈയിലേക്ക് പോകുന്നത്. ഇപ്പൊ പോകുന്ന വിഷമം മറന്നിട്ട് തിരികെ ഒരു കുഞ്ഞുമായി നമ്മൾ വരുന്ന വലിയൊരു സന്തോഷത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുക. ഇപ്പൊ പോകുന്ന പോലെയല്ല നമ്മൾ തിരികെ വരുന്നത്. ഈ മുറിയിൽ നിന്നും നമ്മൾ രണ്ടുപേരെ പോകുന്നുള്ളൂ. തിരികെ വരുന്നത് നമ്മൾ 3 പേരായിരിക്കും. നമ്മുടെ കുഞ്ഞും കാണും ഇനി നമ്മൾ ഇവിടേക്ക് വരുമ്പോ. അതുകൊണ്ട് കുഞ്ഞില്ലാത്ത കാരണം കൊണ്ട്
നമ്മൾ അനുഭവിച്ച മാനസിക വിഷമം മുഴുവൻ ഇവിടെ കളഞ്ഞിട്ട് വേണം എന്നോടൊപ്പം വരാൻ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. നല്ലൊരു കാര്യത്തിനാണ് നിങ്ങൾ ഇറങ്ങുന്നത്. സന്തോഷമായിട്ട് പോയിട്ട് വാ. ഇറങ്ങട്ടെ അച്ഛാ. ഉം. നീ വിഷമിക്കാതെ പോയിട്ട് വാ മോളെ. അച്ഛൻ പറഞ്ഞ പോലെ നിന്ന് താമസിപ്പിക്കണ്ട. ചേർന്നേക്ക്. സന്തോഷായിട്ട് പോയിട്ടോ. സന്ദീപേ, നീ ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യും. ശരി ഏട്ടാ. ആവണി മോളെ, അങ്കിളിന്റെ കാറിന്റെ ചാവി ഒന്ന് എടുത്തിട്ട് വന്നേ. വേഗം വാ. മീനെടുത്തി ഇങ്ങത്താ. അവിടെ ചെന്നാൽ ഉടനെ വിളിക്കണം. സച്ചി എപ്പോഴും അർച്ചനമോടൊപ്പം തന്നെ വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.